പ്രിയപ്പെട്ടവരെ, മനോജ് എന്നോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു 4 വർഷം മുന്നെയാണ്. കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. നമുക്കറിയാം, ഒരു സിനിമ ഉരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം. ഈ സിനിമ ഇപ്പോൾ നടക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ എബ്രഹാം മാത്യുവും ഷീലുവും തന്നെയാണ്. കാരണം ആ കഥയുടെ ഒരു വേർത്ത് തിരിച്ചറിഞ്ഞ് ഈ സിനിമയിൽ, വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം. പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ കൃഷ്ണ പുൽപ്പുര, എൻ്റെ ഒപ്പം ആംഗ്രി ബേബീസ് എന്ന സിനിമയും ഒരു വലിയ വിജയമായിരുന്നു. ഇന്നും പിന്നെ ടി വിയിൽ വരുമ്പോൾ ആളുകൾ കാണുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകളിൽ ഒന്നാണ് ആംഗ്രി ബേബീസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥയാണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബാന്തരീക്ഷത്തിൽ, ഒരു ഫ്ലാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും. ഇതിൻ്റെ ടൈറ്റിൽ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, ടൈറ്റിലായി. പക്ഷേ അനൗൺസ്മെൻറ്റ് വേറെ സമയത്താണ് ഈ സിനിമ. ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 95 സിനിമകളിൽ 95% പുതുമുഖങ്ങളുടെ കൂടെയാണ്. അപ്പോൾ മനോജ് പ്രായണ പുതുമുഖമാണെങ്കിൽ സജിയുടെ കൂടെ, സജി സുരേന്ദ്രൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അസോസിയേറ്റ് ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. എബ്രഹാം ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. എന്നാൽ അത് ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ 14ഓളം സിനിമകൾ ചെയ്ത അബാ മൂവീസ് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത് നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ എൻ്റെയും പ്രാർത്ഥന. നന്ദി. എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ എബ്രാഹിമിൻ്റെ ഒപ്പം പറഞ്ഞുകൊണ്ടാണ് രാവിലെ നിങ്ങൾ 2 കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എബ്രാഹിമിൻ്റെ വീട്ടിൽ നിന്ന് എബ്രാഹിമിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ആകെ വ്യത്യാസം ഇത് 2 അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് 2ആണ്, അല്ലെങ്കിൽ ബാനർ നെയിം 2ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ എന്നോ തന്നെ ഞാൻ ഈ സിനിമയ്ക്കൊപ്പം ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് എൻ്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ്. അന്നുള്ള എൻ്റെ സുഹൃത്താണ്, ബ്രദറാണ്. അല്ലെങ്കിൽ ഞാൻ അനുവേട്ടനായിട്ട് അന്നും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അനുവേട്ടനെ വ്യക്തികളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ പുതിയ സംവിധായകർക്കും പിന്നെ കൃഷ്ണേട്ടൻ, അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ. പിന്നെ ഓഫ്കോഴ്സ് എബ്രഹാം ചേട്ടന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനായിട്ട് തോന്നും. അവരുടെ കാത്തിൽ തന്നെ വിജയമാണ് ക്ഷീണിച്ചിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപടി ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ടിട്ട് ആശങ്കകളുടെയും നാടുകൾ തുടങ്ങി. ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും ഹീറോനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. God bless them all. That will be a huge hit. We wish the film industry to grow like this. Thank you so much. God bless you all. Thank you. സുഖമില്ലാതിരിക്കുന്നതാണ്, ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു. എനിക്ക് സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ. ഞാൻ അനുവേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന 4ാമത്തെ ചിത്രമാണ്. അതോടൊപ്പം ധ്യാനിൻ്റെ കൂടെ അഭിനയിക്കുന്ന 3ാമത്തെ ചിത്രമാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കുടുംബം കൃഷ്ണേട്ടനെ എനിക്ക് നേരത്തെ ഷീ ടാക്സിയിലൂടെ അറിയാം. അപ്പം എല്ലാവരും വളരെ ഫാമിലിയായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് പാലോടൻ്റെ ഈ ഒരു ചിത്രം, ഇതിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഹ്യൂമറിലൂടെ കടന്നു പോകുന്നൊരു ചെറിയൊരു കഥയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ചിത്രം വിജയമായി തീരട്ടെ എന്ന്
ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ഇനി ചിത്രത്തിന്റെ സ്വിച്ച് ഓണും ക്ലാപ്പുമാണ്. അതിന് മുമ്പ് വേദിയിലേക്ക് ഒരാളെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഷിലു എബ്രഹാത്തിന്റെ ബ്രദർ CB എബ്രഹാം. വരൂ, ഒരേ കുടുംബം. അവർ എല്ലാ ആൾക്കാരുമായി